ഡൽഹിയിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഇത്തവണ കാഴ്ചവെച്ചത് മികച്ച പ്രകടനം. മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള 11 മണ്ഡലങ്ങളിൽ 3ഇടത്ത് ബി.ജെ.പി. വിജയക്കൊടി പാറിച്ചു. എ.പി, കോൺഗ്രസ്, എ.ഐ.എം.ഐ.എം സ്ഥാനാർത്ഥികളുടെ വോട്ട് വിഭജനം ബി.ജെ.പിക്ക് അനുഗ്രഹമായി. 2013 മുതൽ തുടർച്ചയായി ആധിപത്യം നിലനിർത്തിയ മുസ്ലിം പ്രദേശങ്ങളിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ വോട്ടിൽ വിള്ളൽ വീണു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം വെട്ടിക്കുറച്ച ഇന്ത്യ സഖ്യം ഭിന്നിച്ച് മത്സരിച്ചതും എ.പി.യുടെ പതനത്തിന്റെ ആക്കം കൂട്ടി. മുസ്ലിം വോട്ടുകൾ കൂടുതലായുള്ള 3 പ്രധാന മണ്ഡലങ്ങൾ ഇത്തവണ ബി.ജെ.പിക്ക് അനുകൂലമായി. മുസ്തഫാബാദ്, ജഗ്പുര, കർവാൾ നഗർ ബി.ജെ.പി. പിടിച്ചെടുത്തപ്പോൾ ചാന്ദിനി ചൌക്ക്, മാദിയ മഹൽ, സീലംപൂർ, ബാബർപൂർ, ഓഗ്ല, ബല്ലിമാരാൻ എന്നിവ എ.പി. നിലനിർത്തി. ഡൽഹി കലാപത്തിലടക്കം വിദ്വേഷ പരാമർശത്തിലൂടെ നിറഞ്ഞുനിന്ന കപിൽ മിശ്ര 23,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കർവാൾ നഗറിൽ വിജയിച്ചത്. മുസ്ലിം ഭൂരിപക്ഷ സീറ്റായ ജഗ്പുരയിലും ബി.ജെ.പിയുടേത് അട്ടിമറി വിജയം. മണ്ഡലം മാറി ജഗ്പുരയിൽ മത്സരിച്ച മനീഷ് സിസോദിയയുടെ തോൽവിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി 7,000-ലേറെ വോട്ട് പിടിച്ചത് കാരണമായി. 2020-ലെ ഡൽഹി കലാപം ബാധിച്ച മുസ്തഫാബാദിലെ ബി.ജെ.പി. വിജയം എ.പി.യെ ഞെട്ടിച്ചു. 40% വരുന്ന മുസ്ലിം വോട്ടുകളിൽ നല്ലൊരു പങ്ക് ബി.ജെ.പിക്ക് അനുകൂലമായെന്ന് കരുതാം. എ.പി.യുടെ ആദിൽ അഹമ്മദ് ഖാൻ, കോൺഗ്രസിന്റെ അലി മെഹദി, എ.ഐ.എം.ഐ.എമ്മിന്റെ താഹിർ ഹുസൈൻ എന്നിവർക്കെതിരെ 17,578 വോട്ടുകൾക്കാണ് മോഹൻ സിംഗ് ബിഷ്ടിന്റെ വിജയം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, വായുജല മലിനീകരണം, മാലിന്യ പ്രശ്നം ന്യൂനപക്ഷ മണ്ഡലങ്ങളിലടക്കം ബി.ജെ.പിക്ക് വളക്കൂറായി. സാധാരണക്കാരോടും റെസിഡന്റ് അസോസിയേഷനുകളുമായും ഇടപഴകി ബി.ജെ.പി. ഈ അതൃപ്തി മുതലെടുത്തു. സാമുദായിക വോട്ടുകളിലെ എതിർ ധ്രുവീകരണ തരംഗവും ബി.ജെ.പിക്ക് അനുകൂലമായി പ്രതിഫലിച്ചു. പൂർവാഞ്ജലി വോട്ടർമാർ ബി.ജെ.പിയിലേക്ക് ചാഞ്ഞതും എ.പി. വോട്ടിൽ ഇടിവുണ്ടാക്കി. 40%-ഓളം മധ്യവർഗ വോട്ടുകളും വൻതോതിൽ ബി.ജെ.പിയിലേക്ക് തിരിഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.